ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു തിരക്ക് പിടിച്ച വൈകുന്നേരം. ഹോസ്റ്റലിലെ തൻ്റെ മുറിയിൽ തിരക്കു പിടിച്ച മേക്കപ്പിലാണ് സ്റ്റെല്ല. ബ്രൗൺ കളറടിച്ച തലമുടി, ചുണ്ടിൽ ചുവപ്പ് നിറത്തിൽ ലിപ്സ്റ്റിക്, ഇറുങ്ങിപ്പിടിച്ച ജീൻസും ടോപ്പും. അതിനൊപ്പം തന്നെ മുഖത്ത് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഒന്നൊന്നായി വാരിത്തേച്ചു ഭംഗി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത്. അവൾ മേക്കപ്പ് മതിയാക്കി തൊട്ടപ്പുറത്തെ മേശപ്പുറത്തുണ്ടായിരുന്ന ഫോൺ എടുത്തു നോക്കി. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് ഡിയർ, അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ടായോ? സ്റ്റെല്ല ഫോണിലൂടെ ചോദിച്ചു. ആ, ഇവിടെ ഏകദേശം തുടങ്ങി. നീ ഇപ്പോൾ എത്തില്ലേ സ്റ്റെല്ല? ഫോണിൽ മറുപുറത്തുണ്ടായിരുന്ന പയ്യൻ സ്റ്റെല്ലയോട് തിരക്കി. ഓ, ഞാൻ റെഡിയായി കഴിഞ്ഞു, ഇപ്പോൾ ഇറങ്ങും. പെട്ടെന്ന് തന്നെ അങ്ങ് എത്തിക്കോളാം. സ്റ്റെല്ല ഫോൺ കട്ടാക്കി. കണ്ണാടിക്ക് മുൻപിൽ വന്ന് ഒന്നുകൂടെ മോഡേൺ ആവാൻ നോക്കി. പിന്നെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് തോളിലൊരു ചെറിയ ഹാൻഡ് ബാഗും എടുത്തിട്ട് ഫോൺ എടുത്തു. വാട്സാപ്പ് ഓണാക്കി ആർക്കോ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവളുടെ റൂംമേറ്റായ മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വന്നത്. മീനാക്ഷി ഒരു തനി നാട്ടുംപുറത്തുകാരി പെൺകുട്ടി. ഐശ്വര്യമുള്ള മുഖം. ഒരു നോട്ടം നോക്കിയാൽ തന്നെ ഒരു നാട്ടുംപുറത്തുകാരിയുടെ നിഷ്കളങ്കമായ ചന്തം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് കാണാം. ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു സൗന്ദര്യം അവൾക്കുണ്ട്. സൗന്ദര്യമെന്ന് പറയുമ്പോൾ നല്ല വെളുത്ത കളറൊന്നുമല്ല, ഇരുനിറം. പക്ഷേ മുട്ടോളം നീണ്ടുകിടക്കുന്ന ഇടതൂർന്ന കട്ടിയുള്ള മുടിയുണ്ട്. പറഞ്ഞറിയിക്കാനാവാത്ത വല്ലാത്തൊരു ഭംഗി തോന്നിക്കുന്ന കണ്ണുകൾ, കറുകറുത്ത പുരികം. മീനാക്ഷിയുടെ പുരികത്തിന് ശരിക്ക് കൺമഷി വേണമെന്നില്ല. മുഖത്തിൻ്റെ മാറ്റു കൂട്ടുന്ന പോലെ അത്രയും കട്ടിക്കറുപ്പാണ് അവളുടെ പുരികം കാണാൻ. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട്, ഒരു ലൈറ്റ് കളർ ചുരിദാറും പാൻറ്റും. ഇതൊക്കെയാണ് മീനാക്ഷി എന്ന പെൺകുട്ടിയുടെ അപ്പോഴത്തെ ദൃശ്യം. സ്റ്റെല്ലയും മീനാക്ഷിയും റൂംമേറ്റ്സ് ആണെങ്കിലും രണ്ടാളും രണ്ട് തരക്കാരാണ്. സ്റ്റെല്ല അവിടെ ഒരു ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വേഷത്തിലും നടത്തത്തിലുമൊക്കെ അതിൻ്റെ മോടി കാണാനുമുണ്ട്. എന്നാൽ മീനാക്ഷി ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കഷ്ടിച്ച് 2 മാസമായേ ഉള്ളൂ മീനാക്ഷി പാലക്കാട് നിന്നും ബാംഗ്ലൂർ എത്തിയിട്ട്. ഹോസ്റ്റലിൽ താമസമാക്കിയപ്പോൾ റൂംമേറ്റായി കിട്ടിയതാണ് സ്റ്റെല്ലയെ. അന്ന് തൊട്ടുള്ള പരിചയമാണ്. രണ്ടാളും നല്ല ഫ്രണ്ട്ലിയാണ്. നീ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുകയാണോ? മീനാക്ഷി സ്റ്റെല്ലയെ കണ്ടപ്പോൾ ചോദിച്ചു. അതെ, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. നീ എന്താ ഇത്ര ലേറ്റ് ആയത്? സ്റ്റെല്ല അവളോട് തിരക്കി. ഒന്നുമില്ലടാ, മാസാവസാനമല്ലേ, കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇന്നത് തീർത്തില്ലെങ്കിൽ നാളെ രാവിലെ പോയാൽ പിന്നെ തലവേദന പിടിച്ച പണിയായിരിക്കും. അതുകൊണ്ട് അത് ഒന്ന് ഒതുക്കി തീർത്തിട്ട് വരാമെന്ന് കരുതി, മീനാക്ഷി പറഞ്ഞു. എന്തായാലും നീ എത്തിയില്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിലെ മേഡത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്? ഇവിടെ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞ് മേഡത്തിന് നിന്നെ അറിയാം, എൻ്റെ റൂംമേറ്റായ ഈ പൂച്ചക്കുട്ടി പെണ്ണിനെ. അതുകൊണ്ട് നിന്നെ കൂടി കൂട്ടിയിട്ട് വരാൻ മേഡം നിർബന്ധം പറഞ്ഞിരുന്നു. കുറച്ചു നേരത്തെ വിളിച്ചപ്പോഴും പറഞ്ഞേ ഉള്ളൂ നിന്നെയും കൂടെ കൂട്ടണേ എന്ന്. നീ പെട്ടെന്ന് റെഡിയായി വാ, നമുക്കൊന്ന് പോയിട്ട് വരാം, സ്റ്റെല്ല മീനാക്ഷിയോട് പറഞ്ഞു. അയ്യോ, ഞാനില്ല സ്റ്റെല്ല, തല വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഞാനൊന്ന് കുളിച്ചു വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടക്കാമെന്ന് കരുതി വേഗത്തിൽ വന്നതാ. നീ പോയിട്ട് വാ, മീനാക്ഷി പറഞ്ഞു. ഹേയ്, അങ്ങനെ പറയല്ലേ മീനു. എന്നും ജോലി കഴിഞ്ഞു വന്നാൽ നീ ഈ മുറിക്കകത്ത് തന്നെയല്ലേ? ഇന്ന് നമുക്കൊന്ന് പോയി കറങ്ങിയിട്ട് വരാടി. എൻ്റെ കൂടെയല്ലേ, പിന്നെന്താ പേടിക്കാൻ? ഡെയിലി നീ ഓഫീസിൽ പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഉറങ്ങുന്നു. ഇത് തന്നെയല്ലേ എന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതും ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ വന്നിട്ട് ഇതുവരെ ഒന്ന് പുറത്തേക്ക് പോവുകയോ എവിടെയും കാണുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? വേഗം റെഡിയാക്, നമുക്കൊന്ന് പോയിട്ട് വരാം, സ്റ്റെല്ല മീനാക്ഷിയെ നിർബന്ധിച്ചു. മീനാക്ഷിക്ക് എന്തോ വലിയ മൂഡില്ലായിരുന്നു പോകാൻ. അവൾ ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു മിനിറ്റ്, ഞാൻ മേഡത്തിനെ കൊണ്ട് വിളിപ്പിക്കാം. സ്റ്റെല്ല അത് പറഞ്ഞ് ഫോൺ എടുത്തു അവളുടെ മേഡത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. വേണ്ട, മേഡം വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല, എനിക്കെന്തോ വയ്യാഞ്ഞിട്ടാടാ, മീനാക്ഷി വീണ്ടും പറഞ്ഞു. നിന്നെ എന്ത് കാര്യത്തിന് വിളിച്ചാലും നിനക്കൊരു വയ്യായ്മ കാണും. അതുകൊണ്ട് നിന്റെ വയ്യായ്ക മാറിയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോഴേക്കും സ്റ്റെല്ല ഫോണിൽ അവളുടെ മേഡത്തിനെ വിളിച്ചു കഴിഞ്ഞിരുന്നു. ആ മേഡം, ഞാനിതാ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മീനാക്ഷി മോളിതാ ഇപ്പോൾ ജോലി കഴിഞ്ഞു വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് അവൾ വരുന്നില്ല. ഞാൻ ഫോൺ കൊടുക്കാം, മേഡം ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് സ്റ്റെല്ല മേഡത്തിൻ്റെ കോൾ വേഗം മീനാക്ഷിക്ക് കൈമാറി. ഹലോ മീനാക്ഷി, ഞാൻ നേരത്തെ കൂടെ വിളിച്ചിരുന്നു. മീനാക്ഷി അപ്പോൾ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്ന് സ്റ്റെല്ല പറഞ്ഞു. വെറുതെ അവിടെ മുറി അടച്ചിട്ടിരിക്കുന്നതിലും നല്ലതല്ലേ സ്റ്റെല്ലയുടെ കൂടെ ഇങ്ങ് പോര്.
നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് തിരിച്ചു പോകാം. അതൊക്കെയല്ലേ ജീവിതത്തിൽ ഒരു സന്തോഷം കാണൂ. സ്റ്റെല്ല പറഞ്ഞു പറഞ്ഞു എനിക്ക് മീനാക്ഷിയെ നന്നായി അറിയാം. നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അവളുടെ കൂടെ ഇങ്ങു വാ കേട്ടോ, സ്റ്റെല്ലയുടെ മാഡം മീനാക്ഷിയോട് പറഞ്ഞു. അത് മാഡം, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എന്തോ ചെറിയൊരു തലവേദന, അതുകൊണ്ടാണ്, മീനാക്ഷി പറഞ്ഞു. സാരമില്ല, അതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാറിക്കോളും. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ ഒരു ദിവസം ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചിട്ട് മീനാക്ഷി വന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാവും. കുറച്ചു സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. മീനാക്ഷി വന്നിരുന്നെങ്കിൽ എനിക്കതൊരു സന്തോഷമായേനെ, മാഡം വീണ്ടും മീനാക്ഷിയോട് പറഞ്ഞു. ഞാൻ വരാം മാഡം, മനസ്സില്ലാ മനസ്സോടെ മീനാക്ഷി സമ്മതിച്ചു. ശേഷം ഫോൺ സ്റ്റെല്ലയ്ക്ക് കൊടുത്തു. ആ മാഡം, ഞാൻ ഇവളെയും കൂട്ടി അങ്ങ് എത്തിയേക്കാം. ഈ പെണ്ണൊന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ, അത് പറഞ്ഞു സ്റ്റെല്ല ഫോൺ വെച്ചു. എൻ്റെ മീനൂട്ടി, ഒന്ന് വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നീ കൂടുതൽ ലേറ്റ് ആയാലേ ഞാൻ ഇപ്പോൾ ഇട്ടു നിൽക്കുന്ന മേക്കപ്പ് ഒക്കെ അങ്ങ് പോകും. അതുകൊണ്ട് വെറുതെ എൻ്റെ ഭംഗി കളയല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. സ്റ്റെല്ല മീനാക്ഷിയെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഞാനൊന്ന് ഡ്രസ്സ് എടുക്കട്ടെ. മീനാക്ഷി അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. സ്വഭാവം കൊണ്ടും രീതികൾ കൊണ്ടും സ്റ്റെല്ലയും മീനാക്ഷിയും രണ്ട് തരക്കാരായിരുന്നെങ്കിലും രണ്ടുപേർക്കും പരസ്പരം വലിയ സ്നേഹമായിരുന്നു. ഹോസ്റ്റലിലെത്തിയ ശേഷം മീനാക്ഷിക്ക് ആകെയുള്ള കൂട്ട് എന്ന് പറയുന്നതും സ്റ്റെല്ലയാണ്. മീനാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും മീനാക്ഷി ഒരു ഒറ്റ മോളേ ഉള്ളൂ. അവളെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചതും മറ്റുമായി വീട്ടിൽ അത്യാവശ്യം കടമുണ്ട്. ഇത്ര ദൂരത്തേക്ക് ഒറ്റയ്ക്ക് ജോലിക്ക് വിടാൻ വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് ഒരു കുഞ്ഞു വീടുണ്ടാക്കണമെന്നും അച്ഛൻ്റെ കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണമെന്നതുമാണ് മീനാക്ഷിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു കമ്പനിയിൽ അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി കിട്ടിയപ്പോൾ മീനാക്ഷി ബാംഗ്ലൂരിലേക്ക് വന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ അമ്മ വിളിക്കും. ഇടയ്ക്ക് അച്ഛനും സംസാരിക്കും. തലയിൽ കാച്ചിയ എണ്ണ തേക്കണമെന്നും കുളി കഴിഞ്ഞാൽ നെറുകയിൽ രാസ്നാദി തിരുമണമെന്നുമൊക്കെ സ്ഥിരമായി അമ്മയുടെ നിർദ്ദേശമുണ്ടാകും മീനാക്ഷിക്ക്. അച്ഛന് കാലുവേദനയും കാലിൽ നീരും അമ്മയ്ക്ക് ശ്വാസമുട്ടലും ഒക്കെയാണെങ്കിലും മാസത്തിലൊരിക്കൽ അത്ര ദൂരം അവർ മീനാക്ഷിയെ കാണാനായി വരും. അവളെ ബാംഗ്ലൂരിൽ ജോലിക്ക് നിർത്തിയിട്ട് തിരികെ പോയി എന്നല്ലാതെ അവരുടെ മനസ്സ് എപ്പോഴും അവളുടെ കൂടെ തന്നെയായിരുന്നു. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞു വരുമ്പോൾ കൂടി അവൾ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അവൾക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റെല്ല അത്ര നിർബന്ധിച്ചതുകൊണ്ട് ഏതായാലും ഒന്ന് ബർത്ത്ഡേക്ക് പോയേക്കാമെന്ന് കരുതി മീനാക്ഷി കുളിച്ചു വന്ന് പെട്ടെന്ന് ഒരുങ്ങി. ആഹാ, സുന്ദരിക്കുട്ടിയായല്ലോ. നിന്നോട് ഞാൻ എത്ര പറയുന്നു, ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് ബ്യൂട്ടി പാർലറിലേക്ക് വരാൻ. ഈ മുടിയൊക്കെ ഒന്ന് സ്റ്റെപ്പ് കട്ടിൽ വെട്ടി മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്താൽ നീ ഒന്നുകൂടെ സുന്ദരിയാവുകയേയുള്ളൂ. അതിന് നീ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എന്തായാലും വാ, നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് സ്റ്റെല്ല റൂമിൽ നിന്നിറങ്ങി. പിറകെ മീനാക്ഷിയും. വാതിൽ പൂട്ടി കോമ്പൗണ്ടിൽ ചെന്ന് സ്റ്റെല്ല അവളുടെ സ്കൂട്ടി എടുത്തു. മീനാക്ഷി അവളുടെ പിറകിൽ കയറി. രണ്ടുപേരും കൂടെ ബർത്ത്ഡേ നടക്കുന്ന ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു. ബാംഗ്ലൂർ സിറ്റിയിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലിലേക്കാണ് സ്റ്റെല്ലയുടെ സ്കൂട്ടി ചെന്നു നിന്നത്. സ്റ്റെല്ലയും മീനാക്ഷിയും സ്കൂട്ടിയിൽ നിന്നിറങ്ങി. മീനാക്ഷി തല ഉയർത്തി ഹോട്ടൽ ഒന്നാകെ ഒന്ന് നോക്കി. വാ മീനു. സ്റ്റെല്ല അത് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. മീനാക്ഷി സ്റ്റെല്ലയ്ക്കൊപ്പം ലിഫ്റ്റിൽ കയറി. 4ാമത്തെ നിലയിൽ ചെന്ന് അവർ ലിഫ്റ്റ് ഇറങ്ങി. അവിടെ നിന്ന് സ്റ്റെല്ലയുടെ മേഡത്തിൻ്റെ റൂമിനടുത്തേക്ക് നടന്നെത്തുമ്പോൾ അകത്തുനിന്നുള്ള പാട്ടും ബഹളവും ഒക്കെ ചെറിയ രീതിയിൽ വരാന്തയിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. സ്റ്റെല്ല ചെന്ന് കോളിംഗ് ബെല്ലടിച്ചതും അകത്തുനിന്ന് ഒരുത്തൻ വന്നു വാതിൽ തുറന്നു. അപ്പോഴേക്കും പാട്ടിൻ്റെ ശബ്ദം ഒന്നാകെ വരാന്തയിലേക്കെത്തി. ഹായ് സ്റ്റെല്ല മാഡം, എന്താണ് ഇത്ര ലേറ്റായത്? വാതിൽ തുറന്നു വന്ന പയ്യൻ അവളെ കണ്ടപാടെ ചോദിച്ചു. ഒന്നുമില്ല, കുറച്ച് ലേറ്റായി വരുന്നതാ നല്ലത്. അപ്പോൾ അതിൻ്റേതായ വിലയുണ്ടാകും. സ്റ്റെല്ല അത് പറഞ്ഞ് മീനാക്ഷിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയായി ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഫ്ലാറ്റിനകത്ത്. ലൈറ്റും പാട്ടും സംസാരവും ഒക്കെ കൂടെ വല്ലാത്തൊരു ബഹളം. സ്റ്റെല്ലയെ കണ്ടപാടെ മേഡം ഓടി വന്നു കെട്ടിപ്പിടിച്ചു. ഇതാ മേഡം, ഇതാണ് എൻ്റെ മീനാക്ഷി മോൾ. സ്റ്റെല്ല മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് മേഡത്തിനോട് പറഞ്ഞു. മീനാക്ഷി അപ്പോൾ ചുണ്ടിൽ ഒരു സൗമ്യമായ ചിരി വരുത്തിക്കൊണ്ട് മേഡത്തിനെ നോക്കി. സ്റ്റെല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് മേഡത്തിന് കൈമാറി. താങ്ക് യു, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് മേഡം അവരെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹായ് സ്റ്റെല്ല, ഹൗ ആർ യു? അപ്പുറത്തു നിന്ന് വേറൊരു പയ്യൻ അപ്പോൾ സ്റ്റെല്ലയെ വിളിച്ചു. ഹായ് മോനെ അബി എന്ന് പറഞ്ഞ് സ്റ്റെല്ലയും ആ പയ്യനും തമ്മിൽ ചേർത്ത് പിടിച്ചു.
മീനാക്ഷിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ എന്തോ പോലെയായി. ചിലർ പരിചയമുള്ളവരെ കണ്ടാൽ കൈകൊടുത്ത് സംസാരിക്കും എന്നല്ലാതെ ഇങ്ങനെ ചേർന്നു നിന്ന് ഇറുക്കി പിടിച്ചുകൊണ്ടുള്ള സംസാരമൊന്നും അവൾക്ക് കണ്ടു പരിചയമില്ലായിരുന്നു. അവളുടെ നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു സിസ്റ്റവുമില്ലായിരുന്നു. ഇതാരാ സ്റ്റെല്ല? ആ പയ്യൻ സ്റ്റെല്ലയുടെ തോളിൽ കൂടി കൈയിട്ടു അവളെ അവനോട് അത്രമേൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മീനാക്ഷിയെ നോക്കിയത്. ഇതെൻ്റെ റൂംമേറ്റാണ്, എൻ്റെ പ്രിയ കൂട്ടുകാരി മീനാക്ഷി, സ്റ്റെല്ല പറഞ്ഞു. ഹായ് മീനാക്ഷി. ആ പയ്യൻ മീനാക്ഷിക്ക് കൈ കൊടുക്കാനായി കൈ നീട്ടി. മീനാക്ഷി പെട്ടെന്ന് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി ഒന്ന് കൈകൂപ്പി. ഓ, തൻ്റെ ഫ്രണ്ട് വല്ലാതെ സിമ്പിളാണല്ലോ, ആ പയ്യൻ അപ്പോൾ ചോദിച്ചു. അവൾ അങ്ങനെയാണ്, ഒരു പഞ്ചപാവം. അല്ല, നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? സ്റ്റെല്ല വീണ്ടും ആ പയ്യനോട് ചോദിച്ചു. ഒക്കെ പറയാം, നീ വാ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിച്ച് സ്റ്റെല്ലയെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മീനാക്ഷി ഇരിക്കി കേട്ടോ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് സ്റ്റെല്ല അവനൊപ്പം ചെന്നു. മീനാക്ഷി അപ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഒരു മൂലയിലേക്ക് മാറി നിന്നു. ആരൊക്കെയോ സ്റ്റെല്ലയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചിലരൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അരയിലൂടെയും തോളിലൂടെയും ഒക്കെ കൈയിടുന്നുണ്ട്. ഒക്കെ കൂടെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് ശരിക്കും എന്തോ പോലെയായി. പോരാത്തതിന് വല്ലാത്ത ഒച്ചയും ബഹളവും. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ തലവേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി തിരുമ്മി. ശരിക്ക് പറഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞൊന്ന് തിരികെ പോയാൽ മതിയെന്ന് മാത്രമായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ അപ്പോഴുള്ള ചിന്ത. കുറച്ചു കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായപ്പോൾ പാട്ട് കുറച്ചുകൂടെ ഉച്ചത്തിൽ വെച്ചു. പോരാത്തതിന് കളറും മറ്റും വാരി വിതറാനും തുടങ്ങി. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു മാഡം എല്ലാവർക്കും കേക്ക് കൊടുത്തപ്പോൾ മീനാക്ഷിയെയും കൈമാടി വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. മാഡം അവൾക്കും ഒരു പീസ് കേക്ക് കൊടുത്തു. അത് കയ്യിൽ വാങ്ങി മീനാക്ഷി വീണ്ടും ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. സ്റ്റെല്ല അപ്പോൾ അവൾക്കരികിലേക്ക് ഒന്ന് ഓടി വന്നു. സോറി മീനുട്ടി, കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാ കേട്ടോ. നീ ഇവിടെ ഇരിക്കെ, കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവളുടെ തിരക്കുകളിലേക്ക് പോയി. സ്റ്റെല്ല പയ്യന്മാരോടൊപ്പം ചേർന്ന് നിന്ന് മദ്യപിക്കുന്നതൊക്കെ മീനാക്ഷി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ആകെ ഒരു വല്ലാതെ ആയി തുടങ്ങി. ശ്വാസം മുട്ടുന്ന പോലെ. മീനാക്ഷി പിന്നെയൊന്നും നോക്കാതെ സ്റ്റെല്ലയ്ക്കരികിലേക്ക് ചെന്നു. സ്റ്റെല്ല അപ്പോൾ അവിടെ തമാശ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു നിൽക്കുകയായിരുന്നു. കയ്യിൽ മദ്യത്തിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്. സ്റ്റെല്ല, എനിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേ നല്ല തലവേദനയുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? മീനാക്ഷി പറഞ്ഞു. എന്തു പറ്റിയടാ, നല്ല ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റെല്ല ചോദിച്ചു. ഉണ്ട്, തല വല്ലാതെ പെരുക്കുന്നു, എനിക്ക് തിരിച്ചു പോകണം. മീനാക്ഷിയുടെ കണ്ണിൽ ചെറുതായി വെള്ളം നിറഞ്ഞു. കുറച്ച് സമയം കൂടെ ഒന്ന് കഴിയട്ടെ മീനു, ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകാൻ നോക്കാം. വേണ്ട സ്റ്റെല്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ആകെ എന്തോ പോലെ, തല വേദനിച്ചിട്ട് ഛർദ്ദിക്കാൻ തോന്നുന്നു. നിനക്ക് ഒന്നെന്നെ തിരികെ കൊണ്ടുവിടാൻ പറ്റുമോ പ്ലീസ്? മീനാക്ഷി സ്റ്റെല്ലയോട് ദയനീയമായി ചോദിച്ചു. അത് മീനാക്ഷി, നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് പോയാൽ? ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണ്, അവിടെ ആരുമില്ല, അവരൊക്കെ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ്. കുറച്ച് സമയം നീ അവിടെ ചെന്ന് ഒന്ന് കിടക്ക്. ഈ പാട്ടിൻ്റെയും ആളുകളുടെയും ബഹളത്തിൽ നിന്നും മാറി നിന്നാൽ തന്നെ നിന്റെ തലവേദന അല്പം കുറയും. ഞാനിത് കഴിഞ്ഞിട്ട് നിനക്കുള്ള ഫുഡുമായി അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അത് ശരിയാവില്ല സ്റ്റെല്ല, എനിക്ക് തിരികെ പോകണം. മീനാക്ഷിക്ക് എന്തോ വലിയ താല്പര്യമില്ലായിരുന്നു. ഷെടാ, ഞാൻ പറഞ്ഞില്ലേ, നീ അവിടെ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അവിടെ ആരുമില്ല, ഒന്നും പേടിക്കാനില്ല. ഇവിടെ നിന്ന് വെറുതെ തലവേദന കൂട്ടണ്ട, നീ വാ എന്ന് പറഞ്ഞ് സ്റ്റെല്ല മീനാക്ഷിയുടെ കൈ പിടിച്ച് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവളെ പുറത്ത് വരാന്തയിൽ നിർത്തി. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ താക്കോൽ വാങ്ങി വരാം കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് തന്നെ പോയി. പെട്ടെന്ന് തന്നെ സ്റ്റെല്ല താക്കോലുമായി തിരിച്ചെത്തി. മീനാക്ഷി അപ്പോൾ തല അമർത്തി പിടിച്ചുകൊണ്ട് വരാന്തയിലെ ചുമര് ചാരി നിൽക്കുകയായിരുന്നു. സ്റ്റെല്ല അവളെയും കൂട്ടി അപ്പുറത്തെ ഫ്ലാറ്റിൽ ചെന്ന് വാതിൽ തുറന്നു. അകത്ത് ലൈറ്റിട്ടു. ആ ആളുകളുടെ തിരക്കിൽ നിന്നും ഒച്ചപ്പാടിൽ നിന്നുമൊക്കെ ഒന്നു മാറിയപ്പോൾ തന്നെ മീനാക്ഷിക്ക് വല്ലാത്തൊരു സുഖം തോന്നി. സ്റ്റെല്ല അവൾക്ക് AC ഓണാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ റെസ്റ്റ് എടുക്ക് കേട്ടോ, വാതിൽ ഞാൻ പുറത്തു നിന്ന് ലോക്ക് ചെയ്തോളാം. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് വിളിക്കാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം, ഓക്കെ അല്ലേ? സ്റ്റെല്ല അത് പറഞ്ഞ് മീനാക്ഷിയുടെ കവിളിൽ ഒന്ന് തട്ടി. മീനാക്ഷിയുടെ മുഖം അപ്പോൾ ആകെ വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു.
നീ റെസ്റ്റ് എടുക്കടാ. ഞാൻ നിനക്ക് കൂടെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയ കൂട്ടിക്കൊണ്ടു വന്നത്. അത് നിനക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല. സോറി. എന്തായാലും ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞ് സ്റ്റെല്ല പുറത്തേക്ക് നടന്നു. വേഗം വരണേ സ്റ്റെല്ല. എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ്, മീനാക്ഷി പറഞ്ഞു. ഞാൻ വേഗം വരാം. ഫുഡ് കഴിഞ്ഞ പാടെ വരാം, പേടിക്കേണ്ട. സ്റ്റെല്ല അത് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ വീണ്ടും ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആഘോഷങ്ങളിലേക്ക് തന്നെ പോയി. മീനാക്ഷി തല അമർത്തിപ്പിടിച്ച് അവിടെ സോഫയിലിരുന്നു. ഹോസ്റ്റലിലെത്തി ഒന്ന് കിടന്നാൽ മതിയായിരുന്നു. അവൾക്ക് അപ്പോൾ അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്തത്. അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. അമ്മയാണ്. സ്റ്റെല്ല പ്രതീക്ഷിക്കാതെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്ന കാര്യം മീനാക്ഷി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ തലവേദനയുണ്ട്, പോയിട്ടൊന്ന് കിടക്കണമെന്ന് മാത്രമേ അമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ. മോളെ, തലവേദന കുറവുണ്ടോ? ഫോൺ എടുത്ത പാടെ അപ്പുറത്തു നിന്ന് അമ്മയുടെ ചോദ്യം വന്നു. കുറവുണ്ടമ്മേ, ഞാൻ കിടക്കുകയായിരുന്നു, മീനാക്ഷി പറഞ്ഞു. വയ്യെങ്കിൽ വെച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാരസിറ്റാമോൾ എടുത്ത് കഴിച്ചു നോക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഉറങ്ങിയാൽ രാവിലേക്ക് മാറിക്കോളൂ, അമ്മ പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചോളാം അമ്മേ. അമ്മ ചോറ് കഴിച്ചോ? മീനാക്ഷി അമ്മയോട് ചോദിച്ചു. ഇല്ല, മോളെ വിളിച്ചു നോക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി. അച്ഛന് ചോറ് കൊടുക്കാൻ പോവുകയായിരുന്നു. അച്ഛന് നിന്നെ കാണാഞ്ഞിട്ട് വല്ലാതെ ആകുന്നുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾ രണ്ടാളും എന്തായാലും ഒന്ന് വന്ന് കണ്ടിട്ട് പോരും കേട്ടോ. ഇപ്പോൾ എൻ്റെ മോള് കിടന്നോ? തലവേദന വെച്ചിട്ട് വെറുതെ ഫോണിൽ സംസാരിക്കേണ്ട. കുട്ടി ഫോൺ വെച്ചോളൂ, അമ്മ പറഞ്ഞു. ആയിക്കോട്ടെ അമ്മേ, മീനാക്ഷി മറുപടി പറഞ്ഞു. ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണെന്ന് അവൾ മനഃപൂർവ്വം പറയാഞ്ഞിട്ടാണ്. രാത്രി ഈ സമയത്ത് താൻ പുറത്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ എത്തുന്നവരെ അമ്മയ്ക്ക് ഉറക്കമുണ്ടാവില്ല, ഭക്ഷണവും കഴിക്കില്ല. അതുകൊണ്ട് അവൾ അത് പറയണ്ട എന്ന് വെച്ചു. അമ്മ സമാധാനത്തോടെ കിടന്നോട്ടെ എന്ന് കരുതി. ശരി അമ്മേ എന്ന് പറഞ്ഞു മീനാക്ഷി അമ്മയുടെ കോൾ കട്ടാക്കി. വീണ്ടും സോഫയിലേക്ക് തല ചരിച്ചു വെച്ച് അങ്ങനെ കിടന്നു. ജോലി കഴിഞ്ഞു വന്ന ക്ഷീണവും അവിടെ എത്തിയപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയും ഒക്കെ കാരണം അവൾക്ക് തല ശരിക്കും വെട്ടിപ്പൊളിയുന്നുണ്ടായിരുന്നു. 2 കൈകൊണ്ടും തല അമർത്തിപ്പിടിച്ച് അവൾ അങ്ങനെ കിടന്നു. ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ പാതി അടയുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരം അവളൊന്ന് അറിയാതെ മയങ്ങിപ്പോയി. പെട്ടെന്ന് തൻ്റെ ദേഹത്ത് എന്തോ ഒന്ന് ഇഴയുന്ന പോലെ തോന്നിയപ്പോഴാണ് മീനാക്ഷി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയത്. കണ്ണ് തുറന്നതും അവളാകെ വിറച്ചുപോയി. പരിചയമില്ലാത്ത ഏതോ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അരികിൽ. അയ്യോ, അവൾ പേടിച്ചുകൊണ്ട് വേഗത്തിൽ സോഫയിൽ നിന്ന് എണീറ്റു. അവൻ അപ്പോൾ അവിടെ സോഫയിലിരുന്ന് അവളെ നോക്കി ചെറുതായി ചിരിക്കുന്നുണ്ടായിരുന്നു. കറുപ്പ് ഷർട്ടും ജീൻസുമാണ് വേഷം. 30 വയസ്സിനോടടുത്ത് പ്രായമേ കാണൂ. കാണാൻ സുന്ദരനാണ്. എങ്കിലും വെള്ളമടിച്ച് ബോധമില്ലാത്ത പോലെയാണ് ഇരിപ്പ്. അവൻ്റെ അപ്പോഴത്തെ ഭാവവും ചിരിയുമെല്ലാം കൂടെ കണ്ട് ആകെ ഭയന്ന മീനാക്ഷി വേഗം ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് പൂട്ടിയിരിക്കുകയായിരുന്നു. അവൾ വാതിലിൻ്റെ പിടിയിൽ ശക്തമായി 2-3 തവണ അമർത്തി നോക്കി. പക്ഷേ തുറക്കാൻ കഴിഞ്ഞില്ല. പേടിയോടെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആ സോഫയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആകെ പേടിച്ചു പോയ മീനാക്ഷി എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴേക്കും അവൻ അവളുടെ അരികിലേക്ക് വന്നു. കമോൺ, കുറച്ച് സമയം പ്ലീസ്, അവൻ അവളെ കൈനീട്ടി വിളിച്ചു. എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, അവൾ കരഞ്ഞു വിറച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ കൈകൂപ്പി. മീനാക്ഷി വാതിലിൽ തട്ടി സ്റ്റെല്ലയെ വിളിച്ചു. സ്റ്റെല്ല, സ്റ്റെല്ല, അവൾ കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോഴേക്കും അവൻ അവളുടെ അരികിലേക്ക് വരികയും അവളെ ശക്തമായി പിടിക്കുകയും ചെയ്തു. കുറച്ചു സമയം അവൾ കരഞ്ഞു വിളിക്കുകയും അവനെ തട്ടിയിട്ട് ഓടാൻ നോക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീടുള്ള 1 മണിക്കൂർ ആ ഫ്ലാറ്റിനുള്ളിൽ വെച്ച് പലതും സംഭവിച്ചു. മീനാക്ഷി എന്ന പാവം നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിക്ക് അവളുടെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട 1 മണിക്കൂർ. എല്ലാം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മീനാക്ഷിക്ക് തന്നെ ഒരു പിടിയുമില്ലായിരുന്നു. അവൾക്ക് ശരിക്കും ബോധം മറയുന്ന പോലെയുള്ള അവസ്ഥയായിരുന്നു. ആരോ ഒരാൾ തന്നെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ആ കളങ്കത്തിൻ്റെ വേദന അവളുടെ തല മുതൽ കാലുവരെ നീറ്റലുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവളിൽ നിന്നും അടർന്നു മാറിയ അവൻ തൊട്ടപ്പുറത്തായി ചെന്ന് കസേരയിലിരുന്നു. അവൾ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. ഒരു വിധത്തിൽ അവൾ ഡ്രസ്സുകൾ വാരിക്കൂട്ടി എഴുന്നേറ്റ് ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടിയിരുന്ന് പൊട്ടിക്കരഞ്ഞു.
ശരീരവും ഹൃദയവും കീറിമുറിക്കുന്ന വേദനയുണ്ടായിരുന്നു അപ്പോൾ. കുറച്ചു സമയത്തേക്ക് ആ ഫ്ലാറ്റ് മുഴുവൻ നിശബ്ദമായി. മീനാക്ഷിയുടെ ഏങ്ങിക്കരച്ചിൽ മാത്രം അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം അവളെ അങ്ങനെ നോക്കിയിരുന്ന ശേഷം അവൻ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും അവളുടെ അരികിലേക്ക് വന്നു. കരഞ്ഞു തളർന്ന കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. താങ്ക്സ് ഫോർ ദ ബ്യൂട്ടിഫുൾ നൈറ്റ്, അവൻ മീനാക്ഷിയോട് പറഞ്ഞു. ശേഷം അവൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്തു. പിന്നെ അപ്പുറത്തെ സോഫയിൽ കിടക്കുന്ന അവളുടെ ബാഗ് എടുത്ത് തുറന്നു. നോട്ടുകൾ അതിൽ വെച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് വീണ്ടും അവൻ്റെ കാർഡ് എടുത്തു. അതും കൂടെ ആ ബാഗിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിസിറ്റിംഗ് കാർഡും കുറച്ച് ക്യാഷും ഇതിൽ വെക്കുന്നുണ്ട്. താൻ ഒരിക്കൽ കൂടി വരണം എൻ്റെ അരികിലേക്ക്. കാരണം എനിക്ക് തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ കാർഡിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്. വരുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വന്നാലും മതി. ഓക്കെ? അവൻ അവളെ നോക്കി ചിരിച്ചു. മീനാക്ഷി അപ്പോഴും ചുരുണ്ടുകൂടിയിരുന്ന് തല താഴ്ത്തി കരയുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ കേട്ടത്. അവൻ വേഗം അങ്ങോട്ട് ചെന്ന് വാതിൽ തുറന്നു. സ്റ്റെല്ല ആയിരുന്നു പുറത്ത്. ആ, രഞ്ജൻ സാർ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ഗോവിന്ദാണ് പറഞ്ഞത് സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. സാറിൻ്റെ കയ്യിൽ ഫ്ലാറ്റിൻ്റെ സ്പെയർ കീ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, സ്റ്റെല്ല പറഞ്ഞു. കീ വേറൊന്ന് എൻ്റെ കയ്യിലുണ്ട്. സ്റ്റെല്ല എന്താ വന്നത്? രഞ്ജൻ ചോദിച്ചു. സാർ, എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. സാർ കണ്ടിരുന്നോ അവളെ? തലവേദനിച്ചപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ആക്കിയതായിരുന്നു. ഗോവിന്ദാണ് എനിക്ക് ഇവിടുത്തെ കീ തന്നത്. സാറിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ സാറിനെ കണ്ടില്ല. ഞാനൊന്ന് അവളെ കൂട്ടിയിട്ട് പോയിക്കോട്ടെ, നേരം വൈകി, സ്റ്റെല്ല വീണ്ടും പറഞ്ഞു. ആ കുട്ടി അകത്തുണ്ട്, സ്റ്റെല്ല ചെന്ന് വിളിച്ചോളൂ. രഞ്ജൻ അത് പറഞ്ഞുകൊണ്ട് വാതിലിനടുത്ത് നിന്ന് വഴി മാറിക്കൊടുത്തു. സ്റ്റെല്ല ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവളുടെ കയ്യിൽ മീനാക്ഷിക്കുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു. മീനാക്ഷി, സ്റ്റെല്ല അവളെ കാണാതെ ഡൈനിങ് ഹാളിൽ ചുറ്റും നോക്കി. താഴെ വീണുകിടക്കുന്ന കസേരയും ചുക്കി ചുളിഞ്ഞു കിടക്കുന്ന സോഫ കവറും ഒക്കെ കണ്ടപ്പോൾ സ്റ്റെല്ല ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. സ്റ്റെല്ല വേഗം അകത്തെ റൂമിലേക്ക് ചെന്ന് നോക്കി. അവിടെ ഒന്നും മീനാക്ഷിയെ കാണുന്നില്ലായിരുന്നു. മീനാക്ഷി, മീനു, സ്റ്റെല്ല വീണ്ടും വിളിച്ചു. അവൾ എവിടെ? സ്റ്റെല്ല സംശയത്തോടെ അവിടെ ചുറ്റിലും കണ്ണോടിച്ചു. അപ്പോഴാണ് മേശയുടെ ഒരു മൂലയ്ക്കായി ഡ്രസ്സും വാരിപ്പൊത്തി ചുരുണ്ടുകൂടിയിരിക്കുന്ന മീനാക്ഷിയെ സ്റ്റെല്ല കാണുന്നത്. മീനാക്ഷി! സ്റ്റെല്ല ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നെ വേഗം ഫുഡ് അവിടെ വെച്ച് മീനാക്ഷിക്ക് അരികിലേക്ക് ചെന്നു. മീനു! സ്റ്റെല്ല വിളിച്ചെങ്കിലും മീനാക്ഷി അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ തല താഴ്ത്തിയിട്ട് കരയുകയായിരുന്നു. എന്താ മോളെ പറ്റിയത്? സ്റ്റെല്ല അവളോട് ചോദിച്ചു. സ്റ്റെല്ല വെറുതെ അത് ചോദിച്ചെങ്കിലും അവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ സ്റ്റെല്ലയ്ക്കുണ്ടായിരുന്നു. അവൾ വേഗം രഞ്ജന് അരികിലേക്ക് ചെന്നു. രഞ്ജൻ സാറേ, എന്താ ഇത്? സാർ അവളെ എന്താ ചെയ്തത്? സ്റ്റെല്ല അവനോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല സ്റ്റെല്ല, ഞങ്ങൾ ചെറുതായൊന്ന് മീറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എനിവേ, നല്ല കുട്ടി, ഐ ലൈക്ക് ഇറ്റ്, രഞ്ജൻ നിസ്സാരഭാവത്തിൽ സ്റ്റെല്ലയോട് പറഞ്ഞു. സാർ എന്ത് പണിയാ കാണിച്ചത്? അവളൊരു പാവമാണ്. സാർ വിചാരിച്ചപ്പോൾ ഒരു കുട്ടിയല്ല അവൾ. ഇത് വല്ലാത്ത ചതിയായിപ്പോയി സാറേ. ഞാൻ വിളിച്ചിട്ടാ ആ പാവം ബർത്ത്ഡേ പാർട്ടിക്ക് വന്നത്. അവളോട് ഇത് വേണ്ടായിരുന്നു. വല്ലാത്ത പാപമായി പോയി, സ്റ്റെല്ല രഞ്ജനോട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല സ്റ്റെല്ല, ഇതൊക്കെ സാധാരണമല്ലേ. നിങ്ങളൊക്കെ എവിടെയൊക്കെ പോകുന്നു, എത്ര ആളുകളുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്നു. ഇറ്റ്സ് നാച്ചുറൽ. പിന്നെ ആ കുട്ടി നിങ്ങളെപ്പോലൊന്നുമല്ല, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കാർഡും കുറച്ച് പൈസയും അവളുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അവളോട് അത് എടുത്തോളാൻ പറ. എന്നിട്ട് സ്റ്റെല്ല ഒന്ന് അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനി ടൈം എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ? എനിക്കൊരു അർജൻറ്റ് കോൾ വരുന്നുണ്ട്, ജസ്റ്റ് മിനിറ്റ്. അവൻ അത് പറഞ്ഞു മൊബൈലിൽ നോക്കി പുറത്തേക്ക് നടന്നു. സ്റ്റെല്ല അപ്പോൾ മീനാക്ഷിക്ക് അരികിൽ ചെന്ന് അവളുടെ തോളിൽ തട്ടി വിളിച്ചു. സ്റ്റെല്ലയുടെ കൈകൾ അവളുടെ ശരീരത്തിൽ തൊട്ടതും മീനാക്ഷിക്ക് പെട്ടെന്ന് എന്തോ പോലെയായി. അവളൊന്ന് മുഖമുയർത്തി സ്റ്റെല്ലയെ ഒരു നോട്ടം നോക്കി. ആ നോട്ടം കണ്ടതും സ്റ്റെല്ലയ്ക്ക് അധിക നേരം മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യവും കോപവും തെളിഞ്ഞു കാണുന്ന മീനാക്ഷിയുടെ കണ്ണുകളിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയും വ്യക്തമായിരുന്നു. നീ വാ, എണീക്ക്, നമുക്ക് പോകാം. അവൻ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല മീനു. ഞാൻ നിനക്കുള്ള ഭക്ഷണവുമായാ വന്നത്. എണീക്കടാ, സ്റ്റെല്ല മീനാക്ഷിയോട് പറഞ്ഞു. സ്റ്റെല്ലയോട് ശരിക്കും ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ മീനാക്ഷി വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞു. അത് കണ്ട് സ്റ്റെല്ലയും അങ്ങനെ നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു മീനാക്ഷി പതിയെ ഡ്രസ്സുകളെല്ലാം വാരിക്കൂട്ടി എഴുന്നേറ്റു. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഡ്രസ് ചെയ്തു. നിനക്ക് വെള്ളം വേണോ?
സ്റ്റെല്ല മീനാക്ഷിയോട് ചോദിച്ചു. പക്ഷേ മീനാക്ഷി മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അതുവഴി അങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട് എന്നല്ലാതെ മീനാക്ഷിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്റ്റെല്ലയോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അപ്പോൾ അവളുടെ കൂടെ ഹോസ്റ്റലിലേക്ക് തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവൾക്ക് ഇല്ലായിരുന്നു. മീനാക്ഷി സ്റ്റെല്ലയോടൊപ്പം തിരിച്ച് ഹോസ്റ്റലിലെ റൂമിലെത്തി. റൂമിൽ വന്നതും അവൾ അവളുടെ കട്ടിലിലേക്ക് താനേ വീണു പോവുകയായിരുന്നു. സ്റ്റെല്ല ഒന്നും മിണ്ടാതെ കുറച്ചുനേരം അവളെ നോക്കി നിന്നു. പിന്നെ അവളുടെ അരികിൽ ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. മീനു, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ നിന്നെ ചതിച്ചെന്ന് നീ കരുതരുത്. രഞ്ജൻ സാർ അപ്പോൾ എങ്ങനെ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ഫ്ലാറ്റിനു വേറെ സ്പെയർ കീ ഉള്ളതായും എനിക്കറിയില്ലായിരുന്നു. അത് രഞ്ജൻ സാറിൻ്റെ ഫ്ലാറ്റാണ്. ഇവിടുത്തെ വലിയ പണക്കാരനാണ്. നമ്പർ 1 ബിസിനസ്മാൻ. സാറിൻ്റെ സുഹൃത്തായ ഗോവിന്ദാണ് എനിക്ക് കീ തന്നത്. നീ കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതിനിടയ്ക്ക് സാർ അവിടെ വരുമെന്നും അങ്ങനെയൊന്നും സംഭവിക്കുമെന്നും ഞാൻ വിചാരിച്ചില്ല. സ്റ്റെല്ല ഇതൊക്കെ പറയുമ്പോഴും മറുപടിയായി മീനാക്ഷിയുടെ പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു. സംഭവിച്ചത് നീ മറന്നു കളഞ്ഞേക്ക് മോളെ. ചെറിയൊരു കാര്യമല്ലേ, സാരമില്ല. അത് കഴിഞ്ഞില്ലേ, സ്റ്റെല്ല പറഞ്ഞു. പെട്ടെന്നായിരുന്നു മീനാക്ഷിയുടെ ഭാവം മാറിയത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് സ്റ്റെല്ലയുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ നീ? വരുന്നില്ലെന്ന് 1000 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. അവരിതെങ്ങാനും അറിഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാടി ജീവിച്ചിരിക്കുന്നത്? മാനം നശിച്ചവളായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട. മീനാക്ഷി അത് പറഞ്ഞു വീണ്ടും പൊട്ടിക്കരഞ്ഞു. ആരും ഒന്നും അറിയണ്ട മീനാക്ഷി. അച്ഛനും അമ്മയും ഒന്നും ഇവിടെ ഇല്ലല്ലോ. അവര് നാട്ടിലല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നീ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ തന്നെ ബാംഗ്ലൂർ പോലൊരു സിറ്റി. ഇവിടെ ഇങ്ങനെ എന്തൊക്കെ നടക്കുന്നു? നീയായിട്ട് പറയാതെ പുറത്ത് മറ്റാരും ഇതറിയില്ല. ആരെയും ഒന്നും അറിയിക്കേണ്ട. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ എത്ര എണ്ണം സംഭവിച്ചു പോയി. നീ ഇത് വലിയ കാര്യമായിട്ടെടുക്കാതിരിക്ക്. ഒന്നാമത് നിനക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പേടിയാണ്. പിന്നെ നിന്റെ താല്പര്യമില്ലാതെ സാർ കയറി പിടിച്ചതുകൊണ്ടാണ് നീ ആകെ ഷോക്കായത്. ആ ഷോക്കൊന്ന് മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പ്ലീസ് മോളെ, മറന്നേക്ക്. സ്റ്റെല്ല അത് പറഞ്ഞു നിർത്തിയതും മീനാക്ഷിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. കാരണം ഒരിക്കലും സ്റ്റെല്ലയെപ്പോലൊരു ജീവിതം നയിക്കുന്ന കുട്ടിയായിരുന്നില്ല മീനാക്ഷി. അവളെപ്പോലൊരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ അത് മരണത്തിന് തുല്യമായിരുന്നു. മീനാക്ഷിയുടെ കൈ പതിഞ്ഞ മുഖവും പൊത്തിപ്പിടിച്ചുകൊണ്ട് സ്റ്റെല്ല അങ്ങനെ നിന്നു. മീനാക്ഷി തിരിച്ചു കട്ടിലിലേക്ക് വീണു. ഒന്ന് എണീക്കാൻ പോലും ആവാത്ത സ്ഥിതിയായിരുന്നു അവൾക്കപ്പോൾ. കരഞ്ഞു കരഞ്ഞ് രാത്രി എപ്പോഴോ ആണ് അവൾ ഉറങ്ങിപ്പോയത്. ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സ്റ്റെല്ലയും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു. സ്റ്റെല്ല പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പോൾ മീനാക്ഷി കിടക്കുന്ന കട്ടിലിൽ അവളില്ലായിരുന്നു. അവൾ വേഗം ക്ലോക്കിലേക്ക് നോക്കി. മീനാക്ഷി വർക്കിന് പോകാനുള്ള സമയമായിട്ടില്ല. ബാത്റൂമിലും വരാന്തയിലും ചെന്ന് നോക്കിയെങ്കിലും അവിടെ എങ്ങും മീനാക്ഷിയെ കണ്ടില്ല. സ്റ്റെല്ല വീണ്ടും അവിടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് മീനാക്ഷിയുടെ ബാഗും സാധനങ്ങളും ഒന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം സ്റ്റെല്ല ശ്രദ്ധിച്ചത്. അവൾ പെട്ടെന്ന് തന്നെ താഴെ വാർഡന്റെ ഓഫീസിലേക്ക് ചെന്നു. മാഡം, മീനാക്ഷി റൂമിലില്ലല്ലോ. അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സ്റ്റെല്ല വാർഡനോട് തിരക്കി. ആ കുട്ടി പോയല്ലോ. നിങ്ങൾ റൂംമേറ്റ് ആയിട്ടും ഒന്നും പറഞ്ഞില്ലേ? വാർഡൻ ചോദിച്ചു. അവൾ പോയോ? സ്റ്റെല്ല വാർഡനെ നോക്കി. ആ, പോയി. ആ കുട്ടിയുടെ അച്ഛന് എന്തോ സുഖമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണെന്ന്. ഇനി തിരിച്ച് ഇങ്ങോട്ട് ഇല്ലെന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സ്റ്റെല്ലയോട് പറഞ്ഞു കാണുമെന്ന്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാർഡൻ സ്റ്റെല്ലയെ നോക്കി. ഏയ്, പ്രശ്നമൊന്നുമില്ല മാഡം. അവളുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നില്ല. ഞാനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. കുഴപ്പമില്ല, അവൾ എന്നെ ഫോൺ ചെയ്തു പറയാൻ മതി. ശരിയെന്ന് പറഞ്ഞ് സ്റ്റെല്ല നേരെ റൂമിലേക്ക് വന്നു. തലേ ദിവസം വെള്ളമടിച്ചതിൻ്റെയും പാർട്ടി ആഘോഷിച്ചതിൻ്റെയും ക്ഷീണം അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴും തല ശരിക്ക് നേരെ ആവാത്ത പോലെ തന്നെയായിരുന്നു. അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് മീനാക്ഷിയുടെ കട്ടിലിൽ ചെന്നിരുന്നു. അതേസമയം അന്ന് വൈകിട്ടോടു കൂടിയാണ് മീനാക്ഷി പാലക്കാടുള്ള അവളുടെ കുഞ്ഞു ഗ്രാമത്തിൽ ബസ്സിറങ്ങിയത്. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് അവളുടെ ചെറിയ വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ അമ്മ ഉമ്മറത്ത് വിളക്ക് വെക്കുകയായിരുന്നു.
വീടിനു മുന്നിലെ ഇടവഴിയിൽ ഒരു ഓട്ടോ വന്നു നിന്നത് കണ്ടപ്പോൾ അമ്മ വിളക്കിലെ തിരി നീട്ടിയ എണ്ണ തലയിൽ തടവിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഏന്തി നോക്കി. ബാഗുമായി ഓട്ടോയിൽ നിന്നിറങ്ങുന്ന മീനാക്ഷിയെ കണ്ടതും അവരുടെ ചുണ്ടിൽ ചിരി പടർന്നു. അമ്മ സന്തോഷത്തോടെ പടികളിറങ്ങി വേഗത്തിൽ അവൾക്കരികിലേക്ക് ചെന്നു. മോളെന്താ പറയാതെ വന്നത്? അമ്മ നേരത്തെ വിളിച്ചപ്പോൾ കൂടി വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ കുട്ടിയെ പെട്ടെന്ന്? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അമ്മയെയും അച്ഛനെയും കാണണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങു പോന്നു. മീനാക്ഷിയുടെ സംസാരത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു. മോള് വാ എന്നു പറഞ്ഞു അമ്മ വേഗം അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. ഓട്ടോ പൈസ അമ്മ കൊടുത്തോളാം, അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ കൊടുത്തു. മീനാക്ഷി ഓട്ടോ പറഞ്ഞുവിട്ട് അമ്മയോടൊപ്പം ഉമ്മറത്തേക്ക് ചെന്നു. ഉമ്മറത്ത് നിന്ന് മീനാക്ഷിയുടെ ശബ്ദം കേട്ടപ്പോൾ അകത്തുനിന്ന് അച്ഛൻ അങ്ങോട്ടേക്കെത്തി. മോളെന്താ പറയാതെ പെട്ടെന്ന്? അച്ഛൻ ചോദിച്ചു. മീനാക്ഷിയുടെ കണ്ണിൽ അപ്പോൾ കണ്ണുനീർ മാത്രമായിരുന്നു. അവൾക്ക് നമ്മളെ കാണാതെ വിഷമമായിപ്പോയി, അതാ പെട്ടെന്ന് വന്നത്. അമ്മയാണ് അച്ഛനോട് മറുപടി പറഞ്ഞത്. സാരമില്ല, മോള് കരയാതിരിക്കി. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മയും അച്ഛനും നാളത്തെ വണ്ടിക്ക് അങ്ങോട്ടെത്തുമായിരുന്നല്ലോ. അച്ഛനെ ഒന്ന് കുളിച്ചിട്ട് വരാം. അടുക്കളയിൽ കുറച്ച് സിമന്റിന്റെ പണിയുണ്ടായിരുന്നു, അത് കഴിഞ്ഞു നിൽക്കുകയാ. മോള് കയറിയിരിക്കി എന്ന് പറഞ്ഞ് അച്ഛൻ കുളിക്കാനായി പോയി. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അമ്മ അവളുടെ ബാഗ് അകത്ത് വെച്ച് വേഗം അടുക്കളയിലേക്കും പോയി. മീനാക്ഷി അപ്പോൾ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവളുടെ കുഞ്ഞു കട്ടിലിലേക്ക് നോക്കി. അമ്മ അതിൽ കഞ്ഞി മുക്കിയ നല്ല വെളുത്ത വിരി വിരിച്ചിട്ടുണ്ട്. അവൾ മെല്ലെ കട്ടിലിൽ ഇരുന്നു. അവളുടെ കണ്ണിൽ അപ്പോഴും കണ്ണുനീർ മാത്രമായിരുന്നു. അപ്പോഴേക്കും അമ്മ അവൾക്ക് കുടിക്കാൻ നാരങ്ങവെള്ളവുമായി അങ്ങോട്ടെത്തി. അമ്മ ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും മീനാക്ഷിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അപ്പോൾ കുളി കഴിഞ്ഞ് അങ്ങോട്ടെത്തി. അച്ഛൻ പോയി ബിരിയാണി വാങ്ങിയിട്ട് വരാം. ദിവാകരേട്ടൻ്റെ ഹോട്ടലിലെ ഇപ്പോൾ പകലും രാത്രി നല്ല കച്ചവടമാ. മോൾക്ക് ഇഷ്ടമല്ലേ അവിടുത്തെ ബിരിയാണി? അച്ഛൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോകാനിറങ്ങിയപ്പോൾ മീനാക്ഷി അച്ഛനെ വിളിച്ചു. അച്ഛാ. സ്വരമിടറിക്കൊണ്ടുള്ള അവളുടെ ആ വിളി കേട്ടതും അച്ഛൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാനിനി ബാംഗ്ലൂർക്ക് പോകുന്നില്ല അച്ഛാ. എനിക്ക് അച്ഛനെയും അമ്മയെയും കാണാതെ അവിടെ പറ്റുന്നില്ല. മീനാക്ഷി ഒരു വിധത്തിൽ അത് പറഞ്ഞൊപ്പിച്ചു. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഞങ്ങളാരും നിർബന്ധിച്ച് പറഞ്ഞയച്ചത് അല്ലല്ലോ. അവിടെ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടിയപ്പോൾ മോളായിട്ട് തന്നെയല്ലേ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. മോള് പഠിപ്പുള്ള കുട്ടിയല്ലേ. നല്ല ജോലി ഇവിടെ നാട്ടിൽ കിട്ടാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടുത്തെ അത്ര ശമ്പളം കാണില്ലായിരിക്കും. എന്നാലും സാരമില്ല. അച്ഛനും അമ്മയ്ക്കും നീയേ ഉള്ളൂ. നിന്നെ കാണാതെ ഞങ്ങളും എന്നും ഇവിടെ തനിച്ചല്ലേ. മോൾ തിരിച്ചു പോകണ്ട കേട്ടോ, അച്ഛൻ പറഞ്ഞു. മീനാക്ഷി അപ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. എന്താ മോളെ ഇത്? നിന്നെ കാണാതെ ഞങ്ങൾക്കും എത്ര വിഷമമുണ്ടെന്ന് അറിയാമോ? പിന്നെ ജോലിയുടെ കാര്യമായതുകൊണ്ട് അച്ഛനും അമ്മയും എതിരൊന്നും പറയാഞ്ഞിട്ടാണ്. ഇഷ്ടമില്ലാതെ കുട്ടി പോകണ്ട. അമ്മ അവൾക്ക് അരികിലേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു. അവൾ കട്ടിലിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് മെല്ലെ തല ചായ്ച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളും രഞ്ജന്റെ മുഖവുമായിരുന്നു അവളുടെ മനസ്സിലൂടെ അപ്പോൾ പാഞ്ഞുകൊണ്ടിരുന്നത്. അത്യധികം വെറുപ്പോടെയും നിസ്സഹായതയോടെയും ഇന്നലത്തെ ആ നശിച്ച ദിവസം അവൾ ഓർത്തു. പിറ്റേന്ന് തന്നെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ് ബാംഗ്ലൂരിലെ ജോലി അവൾ റിസൈൻ ചെയ്തു. കുറച്ചു ദിവസം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കഴിച്ചുകൂട്ടി. പക്ഷേ പണ്ടത്തെ മീനാക്ഷി ആയിരുന്നില്ല തിരിച്ചു വന്ന മീനാക്ഷി. അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായി അച്ഛനും അമ്മയ്ക്കും തോന്നിയിരുന്നു. അവർ അവളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ജോലി ഒഴിവാക്കിയതിൻ്റെ വിഷമമാണെന്നാണ് അവൾ പറഞ്ഞത്. അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർക്കുമ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നില്ലെന്നും പറഞ്ഞു. കുട്ടി ഒരുപാട് ആശിച്ചു കിട്ടിയ ജോലിയല്ലേ. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. നമ്മളെ തനിച്ചിട്ടിട്ട് പോകുന്നതിൻ്റെ മനോവിഷമമാവും. അത് പെട്ടെന്ന് മാറിക്കോളും. മീനാക്ഷിയുടെ മാറ്റം കണ്ടപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാനായി മീനാക്ഷി മുഖത്ത് സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അപ്പോഴും ഭയം മാത്രമായിരുന്നു. ഒപ്പം ജീവിതം നശിച്ചു പോയതിൻ്റെ കുറ്റബോധവും. അങ്ങനെയിരിക്കെ ഒരു സന്ധ്യാസമയത്ത് അമ്മയോടൊപ്പം ഡൈനിങ് ഹാളിലിരുന്ന് സീരിയൽ കാണുകയായിരുന്നു മീനാക്ഷി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇരുന്ന് സീരിയൽ കാണുക പതിവാണ്. അന്ന് അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. പുറത്തെന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. അമ്മയും മീനാക്ഷിയും കസേരയിലിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിക്ക് മുന്നിലിരിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ മനസ്സ് അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരുന്നു.
പെട്ടെന്ന് സീരിയലിൽ നിന്നും ബ്രേക്ക് ഇട്ടുകൊണ്ട് പരസ്യം കടന്നു കയറി. പെട്ടെന്ന് ആ പരസ്യം സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴാണ് മീനാക്ഷി ഞെട്ടലോടെ ചിന്തയിൽ നിന്നുണർന്നത്. അവൾ ഒരു നിമിഷം TV സ്ക്രീനിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. പാഡിൽ ബ്ലഡ് വീഴുന്ന ആ രംഗം അവളുടെ മനസ്സിൽ ഒരു ഞെട്ടലുണ്ടാക്കി. അന്ന് സംഭവിച്ചു പോയ ആ കാര്യം തൻ്റെ മനസ്സിലുണ്ടാക്കിയ അളവില്ലാത്ത ടെൻഷനിൽ താൻ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തൻ്റെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായിരിക്കുന്നു. ഏകദേശം 2 മാസത്തിൽ അധികം എത്തിയിരിക്കുന്നു. ഇന്നുവരെ 1-2 ദിവസമോ അധികം പോയാൽ ഒരാഴ്ചയോ വൈകുക എന്നല്ലാതെ 2.5 മാസം ഒന്നും ഡേറ്റ് തെറ്റിയിട്ടില്ല. അവൾക്കൊരു നിമിഷം തല കറങ്ങുന്ന പോലെ തോന്നി. ഒരു വിറയലോടെ അവൾ അവിടെ ഇരുന്നു. അമ്മേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. തല കറങ്ങുന്ന പോലെ മീനാക്ഷി അമ്മയോട് പറഞ്ഞു. അയ്യോ, എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ വേഗം അവളെ താങ്ങിപ്പിടിച്ചു. ഇല്ല, കുഴപ്പമില്ല അമ്മേ, അമ്മ ഇത്തിരി വെള്ളം തന്നാൽ മതി. അവൾ അത് പറഞ്ഞപ്പോൾ അമ്മ വേഗം അവളെ ചാരിയിരുത്തി ഓടിച്ചെന്ന് ജഗ്ഗിൽ വെള്ളവുമായി തിരികെ വന്നു. ഡോക്ടറുടെ അടുത്ത് പോകണോ? പ്രഷർ എങ്ങാനും കുറഞ്ഞതായിരിക്കും, അമ്മ അവൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു. മീനാക്ഷി അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അച്ഛനെ വിളിക്കട്ടെ? ഡോക്ടറുടെ അടുത്ത് പോകാം, അമ്മ പറഞ്ഞു. വേണ്ട, കുഴപ്പമില്ല. പെട്ടെന്ന് എന്തോ ഒരു വിറയൽ പോലെ തോന്നിയതാ. സാരമില്ല, ഒന്ന് കിടന്നാൽ മതി, മീനാക്ഷി അമ്മയോട് പറഞ്ഞു റൂമിലേക്ക് നടന്നു. അച്ഛനും ഇടയ്ക്ക് ഇങ്ങനെയാണ്, ഒരു വിറയൽ വരും. അച്ഛന് പിന്നെ പ്രഷർ കൂടാറാ പതിവ്. തല കറങ്ങുന്നു കറങ്ങുന്നു എന്ന് ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും പറയും. മോൾ എന്തായാലും ഒന്ന് കിടക്ക്. ഇപ്പോൾ നല്ല ചൂടല്ലേ, ചിലപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും. ഓടിട്ട വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. അമ്മ അവൾക്ക് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടുകൊടുത്തു. ശേഷം അവിടെ അവളോടൊപ്പം ഇരുന്നു. തലയിണയിൽ മുഖമമർത്തി കിടക്കുമ്പോഴും മീനാക്ഷിയുടെ കണ്ണുകൾ ചിന്തയിലായിരുന്നു. അവൾ സംശയിക്കുന്ന പോലെ എന്തോ ഒന്ന് അവളുടെ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രി മീനാക്ഷിക്ക് ഉറക്കം വന്നതേയില്ല. 2 കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു. കണ്ണുകളിലാകെ ഭയം നിറഞ്ഞിരുന്നു. ആ രാത്രി അവൾ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. നേരം പുലർന്നപ്പോൾ അമ്മ അടുക്കളയിൽ ചായക്കുള്ള പണിത്തിരക്കിലായിരുന്നു. അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് എത്തിയത്. അമ്മേ, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം, മീനാക്ഷി അമ്മയോട് പറഞ്ഞു. പുട്ടുപൊടി കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അമ്മ അപ്പോൾ അവളെ തിരിഞ്ഞു നോക്കി. കുറേ ദിവസമായി ചടഞ്ഞുകൂടിയിരിക്കുന്ന മീനാക്ഷിയെ അന്ന് കുളിച്ച് നല്ലൊരു ചുരിദാറിട്ട് കണ്ടപ്പോൾ അമ്മയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. നന്നായി മോളെ, അമ്മ ഇന്നലെ ആലോചിച്ചിരുന്നു മോളെ കൂട്ടി ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വരണമെന്ന്. ഒരു അരമണിക്കൂർ ഒന്ന് കാക്കാമോ? ഈ പുട്ടൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അമ്മയും കൂടെ കുളിച്ച് മോളുടെ കൂടെ വരാം, അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, അമ്മ ധൃതിപ്പെട്ട് വരണ്ട. എനിക്കെന്തോ പെട്ടെന്നൊന്ന് പോയി തൊഴാൻ തോന്നിയപ്പോൾ മാറ്റിയെന്നേയുള്ളൂ. ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയി പെട്ടെന്ന് വന്നേക്കാം, മീനാക്ഷി അമ്മയെ നോക്കി. കുട്ടി ഒറ്റയ്ക്ക് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാ, അമ്മ വരാടാ, അമ്മ പറഞ്ഞു. സാരമില്ല അമ്മേ, നമുക്ക് വേണമെങ്കിൽ നാളെ ഒരുമിച്ച് പോകാം. ഇന്ന് ഞാൻ എന്തായാലും റെഡിയായില്ലേ, നിന്ന് താമസിക്കാതെ ഒന്ന് പോയി വന്നോട്ടെ. എന്തോ ദേവിയെ കാണാൻ വല്ലാത്തൊരു മോഹം, അതുകൊണ്ടാ. എന്നാൽ മോൾ ചെല്ല്, നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു പോര്. കുട്ടിയുടെ എല്ലാ വിഷമങ്ങളും ദേവി മാറ്റിത്തരും. അല്ലെങ്കിലും ആശിച്ചു കിട്ടിയ ജോലി കളഞ്ഞ വിഷമം മോൾക്ക് നന്നായി ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. മനസ്സ് ഒക്കെ ഒന്ന് ശുദ്ധമായാൽ തന്നെ ഒരു സമാധാനം കിട്ടും, അമ്മ പറഞ്ഞു. ശരി അമ്മേ, ഞാനൊന്ന് പോയി വരാം എന്ന് പറഞ്ഞ് മീനാക്ഷി ഉമ്മറത്തേക്കിറങ്ങി. വീടിൻ്റെ താഴെക്കോലായിൽ ഉണ്ടായിരുന്ന അവളുടെ ചെരുപ്പെടുത്തിട്ട് ഇടവഴിയിലേക്ക് നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ പുലർക്കാലത്തിൻ്റെ തണുപ്പ് അവളെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. ഒപ്പം കിളികളുടെ പാട്ടും ശബ്ദവും ഒക്കെ ഇടവഴിയിലെങ്ങും കേൾക്കാമായിരുന്നു. പാടത്തിന് സൈഡിലുള്ള റോഡിലൂടെ അങ്ങനെ നടക്കാൻ തന്നെ വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയോ പ്രകൃതിയുടെ തണുപ്പോ ഒന്നും ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല അവൾക്കപ്പോൾ. അവളുടെ ഉള്ളിലാകെ ഭയത്തിൻ്റെ കനൽച്ചൂട് വന്നു നിറയുകയായിരുന്നു. മീനാക്ഷി ബസ് സ്റ്റോപ്പിൽ എത്തിയതും ടൗണിലേക്കുള്ള രാവിലത്തെ ബസ് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. അവൾ അതിൽ കയറി സീറ്റിൻ്റെ ഒരു ഓരത്തിരുന്നു. ബസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ ആ ബസ്സിൽ കയറി അവളുടെ സീറ്റിൽ വന്നിരുന്നു. ആ മീനാക്ഷി, ഇതെവിടേക്കാ രാവിലെ തന്നെ? അവരത് ചോദിച്ചപ്പോഴാണ് മീനാക്ഷി അവരുടെ മുഖത്തേക്ക് നോക്കിയത്. ഞാനൊന്ന് ടൗണിൽ വരെ, അവൾ പറഞ്ഞു. ഇത്ര രാവിലെ ടൗണിലേക്കോ? അവർ തിരക്കി. അത് എനിക്കൊരു പരീക്ഷയുണ്ട്. പരീക്ഷയ്ക്ക് ഇത്ര രാവിലെ പോകണോ? എവിടെയാ പരീക്ഷ? അവർ ചോദിച്ചു. ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ്. ഇപ്പോൾ പോയാലേ സമയത്തിന് എത്തൂ.
മീനാക്ഷി പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ല, മോൾക്ക് ജോലിയൊക്കെ ശരിയായില്ലായിരുന്നോ? ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ. എന്തേ ഇപ്പോൾ അവിടെയല്ലേ? അവർ വീണ്ടും തിരക്കി. ബാംഗ്ലൂരെന്ന് കേട്ടപ്പോൾ തന്നെ മീനാക്ഷിക്ക് ആകെ എന്തോ പോലെയായി. അത് ഞാൻ ലീവിന് വന്നതാ. അവളുടെ സ്വരം ഇടറി. പിന്നെയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ മീനാക്ഷി ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കി അങ്ങനെയിരുന്നു. ആ സ്ത്രീ വീണ്ടും എന്തോ ഒന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും മീനാക്ഷി പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്ന് ഫോണെടുത്ത് അതിൽ നോക്കി തിരക്കഭിനയിച്ചു. ശരിക്ക് പറഞ്ഞാൽ ആരോടും സംസാരിക്കാൻ തന്നെ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അയൽവാസികളെ കണ്ടാലും പരിചയക്കാരെ കണ്ടാലും നന്നായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു മീനാക്ഷി. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഒന്നിനോടും താല്പര്യമില്ല. ആരെയും കാണുകയും വേണ്ട. ആരെങ്കിലും സംസാരിക്കാൻ വരുന്നത് തന്നെ വല്ലാത്ത അരോചകമായി തോന്നുന്നുണ്ടായിരുന്നു. ബസ് 1 മണിക്കൂറിനടുത്ത് സമയമെടുത്തുകൊണ്ട് ടൗണിൽ എത്തിച്ചേർന്നു. മീനാക്ഷി ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു ടൗണിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് അവൾ ചെന്നത്. അവിടെ ചെന്ന് ഓട്ടോ ഇറങ്ങിയ മീനാക്ഷി നേരെ അവിടത്തെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്നു. അവിടെ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കിറ്റ് വാങ്ങി. അടുത്തുനിന്ന് വാങ്ങി ആരെങ്കിലും കണ്ട് സംശയിക്കാതിരിക്കാനാണ് അവൾ അത്ര ദൂരം ചെന്നത്. ആ കിറ്റ് കയ്യിൽ വാങ്ങിയപ്പോൾ മുതൽ അവളുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. കയ്യിലാകെ വിയർപ്പ് പടർന്നു. അവൾ അതുമായി അവിടുത്തെ വരാന്തയിലെ കസേരയിലിരുന്നു. ഒരു നിമിഷം അവളൊന്ന് ആലോചിച്ചു. ദൈവമേ, ഇതിൽ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരിച്ചു പോകണോ? അതോ വല്ല റെയിൽവേ ട്രാക്കിലേക്കും? അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കും. ഇനി ഞാൻ മരണപ്പെട്ടു എന്നിരിക്കട്ടെ. ഒരു സുപ്രഭാതത്തിൽ ഒറ്റ മോളുടെ മരണവാർത്ത അറിഞ്ഞാലും അവർ തകർന്നു പോകില്ലേ? മുന്നോട്ട് എന്തു ചെയ്യണമെന്ന് ഒരു ധാരണയും മീനാക്ഷിക്കില്ലായിരുന്നു. അവൾ കൈ നിവർത്തി ഒന്നുകൂടെ കിറ്റിലേക്ക് നോക്കി. വീട്ടിൽ ചെന്നിട്ടാക്കണ്ട, ഇവിടെ നിന്ന് തന്നെ നോക്കാം. താൻ ഭയക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ വീട് വരെ തനിക്ക് പേടിക്കാതെ പോകാമല്ലോ. മീനാക്ഷി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. താഴത്തെ നിലയിലെ സ്ത്രീകളുടെ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു. കിറ്റ് അവിടെ ചുമരിൽ വെച്ച് യൂറിൻ എടുത്തു. വിറയലോടെ അവൾ അങ്ങനെ നിന്നു. പിന്നെ ഒരു നിമിഷം എവിടെ നിന്നോ വന്ന ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ യൂറിൻ ഡ്രോപ്പുകൾ കിറ്റിലേക്ക് ഇറ്റിച്ചു. കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നു. സെക്കൻഡുകൾക്ക് ശേഷം അവൾ ഇറുക്കി അടച്ചിരുന്ന കണ്ണുകൾ മെല്ലെ തുറന്നു. പതിയെ തുറന്നു വരുന്ന അവളുടെ കണ്ണുകളിലെ നോട്ടം മുഴുവനായും ആ കിറ്റിലേക്ക് തന്നെയായിരുന്നു. അവളെ ഭയപ്പെടുത്തിക്കൊണ്ട്, അവളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ 2 വര കിറ്റിൽ തെളിഞ്ഞു നിന്നു. അത് കണ്ടതും മീനാക്ഷിയുടെ കരച്ചിൽ വളരെ ഉച്ചത്തിൽ തന്നെ പുറത്തേക്ക് വന്നുപോയി. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി അവൾ അവളുടെ വലതു കൈകൊണ്ട് വേഗത്തിൽ വായ അമർത്തി പിടിച്ചു. എന്നിട്ട് ബാത്റൂമിൻ്റെ ചുമര് ചാരി നിന്ന് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കുറേ സമയം അവൾ അവിടെ തന്നെ നിന്ന് ഏങ്ങലടിച്ചു കരഞ്ഞുപോയി. പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോറിൽ ആരുടെയോ തട്ടു കേട്ടപ്പോഴാണ് മീനാക്ഷി ഞെട്ടിയത്. കുറേ നേരമായിട്ടും അവളെ പുറത്തേക്ക് കാണാത്തതുകൊണ്ട് പുറത്തുള്ള ഒരു സ്ത്രീ ഡോറിൽ തട്ടുകയായിരുന്നു. മീനാക്ഷി പെട്ടെന്ന് തന്നെ കിറ്റ് അവളുടെ ബാഗിൽ വെച്ചു. എന്നിട്ട് കണ്ണു തുടച്ചു. പിന്നെ വേഗത്തിൽ വാതിൽ തുറന്ന് തല താഴ്ത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. എത്ര നേരമായി കാത്തു നിൽക്കുന്നു. എല്ലാ ബാത്റൂമിലും ആളാ. കയറിയവരാരും തന്നെ ഇറങ്ങുന്നുമില്ല. പുറത്തുണ്ടായിരുന്ന സ്ത്രീ അവളെ കണ്ടതും പിറുപിറുത്തു. മീനാക്ഷി അതിനൊന്നും ചെവി കൊടുക്കാതെ വേഗം മുന്നോട്ട് നടന്നു. ശേഷം വരാന്തയിലെ കസേരയിൽ ചെന്നിരുന്നു. മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് മാത്രം അവൾക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. പീരീഡ്സ് വന്നിട്ടിപ്പോൾ 2 മാസത്തിലധികമായി. അപ്പോൾ വയറ്റിലുള്ള കുഞ്ഞിനും ഏകദേശം അത്ര തന്നെയായി കാണണം. മരണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ. അല്ലാതെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കാൻ വയ്യ. ഈയൊരു കാര്യം അവരറിയുന്നതും താൻ മരിക്കുന്നതും ഒരുപോലെ തന്നെയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരുണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ വാർദ്ധക്യത്തിൽ അവർ ഒറ്റപ്പെടില്ലേ? താനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ ഒരു അപകടത്തിൽ ചെന്നു പെട്ടുപോയതല്ലേ? എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന് എപ്പോഴും പറയുന്ന അമ്മയുടെ മുഖമാണ് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എത്രത്തോളം വിഷമിക്കും. എന്നാലും കൂടെ നിന്ന് സഹായിക്കും. രക്ഷിക്കാനുള്ള ഒരു വഴി കാണും. എനിക്കുറപ്പുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കും. അത്രമേൽ എന്നെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയുമല്ലേ. എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചോളും. അമ്മയോട് പറയാം. കുറേ നേരം മാറി മാറി വന്ന ചിന്തകൾക്കൊടുവിൽ അമ്മയോടിത് തുറന്നു പറയാമെന്ന് മീനാക്ഷി തീരുമാനിച്ചു. അപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്ന അമ്മയുടെ മുഖം തന്നെയാണ് അവളെ മരണത്തിൽ നിന്ന് പിൻവലിച്ചതും. 11 മണിയോടെ മീനാക്ഷി അവളുടെ വീട്ടിൽ തിരിച്ചെത്തി.
പുലർച്ചെ അമ്പലത്തിൽ പോയ അവളെ തിരികെ കാണാത്തതുകൊണ്ട് അച്ഛനും അമ്മയും അവിടെ പേടിച്ചു നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും അമ്മ വേഗം ഇടവഴിയിലേക്ക് ഇറങ്ങി വന്നു. "എൻ്റെ പൊന്നു മോളെ, നീ എവിടെ പോയതായിരുന്നു? ദേവിയെ കണ്ട് ഒന്ന് തൊഴുതു വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്താ ഇത്ര താമസിച്ചത്? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല." അമ്മയാകെ പേടിച്ചു നിൽക്കുകയായിരുന്നു. അമ്മ മീനാക്ഷിയോട് ചോദിച്ചു. എനിക്ക് എക്സാമിൻ്റെ ഒരു കാര്യം നോക്കാനുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി. മീനാക്ഷി അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അച്ഛൻ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. "ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുട്ടി ഇപ്പോൾ എത്തുമെന്ന്. നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത പേടി. ഇപ്പോൾ പിള്ളേരൊക്കെ രാവിലെ ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞു പോയിട്ട് പിന്നെ ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ താലി കെട്ടി നിൽക്കുന്ന ഫോട്ടോയാ വീട്ടുകാർ കാണുന്നതെന്ന്. സ്വന്തം മക്കളെ കുറച്ചെങ്കിലും വിശ്വാസം വേണം. ഞാൻ പറഞ്ഞില്ലേ മോൾ ഇപ്പോൾ ഇങ്ങ് എത്തുമെന്ന്." അച്ഛൻ തമാശ പോലെ പറഞ്ഞു. "എൻ്റെ മോള് ഒളിച്ചോടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ വഴിയിൽ വല്ല അപകടവും പറ്റിയോ എന്നറിയാത്ത ഒരു പേടി. അത് പിന്നെ ഏത് അമ്മമാർക്കും കാണില്ലേ. മോള് വാ, ചായ എടുക്കാം." അമ്മ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അച്ഛനും അമ്മയും കാണാതിരിക്കാൻ മീനാക്ഷി ആവുന്നത്ര അവരിൽ നിന്നു മുഖം വെട്ടിച്ചു അകത്തേക്ക് ചെന്നു. അമ്മ പുട്ടും കടലക്കറിയും ചായയും എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. "മോളെ, വന്ന് ചായ കുടിക്കി." അമ്മ മീനാക്ഷിയെ വിളിച്ചു. മീനാക്ഷി അപ്പോൾ പതിയെ റൂമിൽ നിന്ന് വന്നു. ഒരു ഇറക്ക് ചായ കുടിച്ച ശേഷം ഒരിത്തിരി പുട്ടും കറിയും കൂടി എടുത്ത് വായിലേക്ക് വെച്ചതും അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ മറിക്കുന്ന പോലെ തോന്നി. അത്ര നേരം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. വയറു കാലിയായിരുന്നു. അതിനൊപ്പം ഗർഭിണി കൂടിയായതുകൊണ്ട് വല്ലാത്ത ഓക്കാനം വന്നു. പെട്ടെന്ന് മീനാക്ഷി വാ പൊത്തിക്കൊണ്ട് അടുക്കളപ്പുറത്തെ മുറ്റത്തേക്ക് ചെന്നു. അമ്മയും അവളുടെ പിറകെ ഓടി. "എന്താ മോളെ, എന്തു പറ്റി? ഗ്യാസ് കയറിയിട്ട് ഛർദ്ദിക്കുന്നതാവും. സമയം 12 മണിയായില്ലേ? ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ." അമ്മ അവളോട് പറഞ്ഞു. കണ്ണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് മീനാക്ഷി മെല്ലെ തലചെരിച്ച് അമ്മയെ ഒന്ന് നോക്കി. പക്ഷേ അപ്പോഴേക്കും അവൾ വീണ്ടും ഓക്കാനിച്ചു കഴിഞ്ഞിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അകത്തെ അവളുടെ റൂമിലേക്ക് ഓടി. കാര്യം മനസ്സിലാകാതെ അമ്മയും അവളുടെ പിറകെ ചെന്നു. മീനാക്ഷി അപ്പോൾ അവിടെ കട്ടിലിൽ ഇരുന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു. "എന്താ മോളെ, എന്താ കാര്യം? നീ എന്തിനാ കരയുന്നത്?" അമ്മ മുറിയിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. "രക്ഷിക്കണം അമ്മേ, എന്നെ രക്ഷിക്കണം." മീനാക്ഷി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ഒരു നിമിഷം അമ്മയൊന്ന് ആകെ തരിത്തു നിന്നു. പെട്ടെന്ന് അവർക്ക് അവരുടെ ഉള്ളിൽ എന്തോ ഒരു പേടി തോന്നി. ഇന്നലെ രാത്രി മീനാക്ഷി തലകറങ്ങി വീണിരുന്നു. പ്രഷറിൻ്റെ പ്രശ്നമാണെന്ന് കരുതി താനത് തള്ളിക്കളഞ്ഞു. ഇന്നിപ്പോൾ ഇതാ ഓക്കാനിക്കുന്നു. കൂട്ടത്തിൽ അവളുടെ ഈയിടെയുള്ള പെരുമാറ്റവും കരച്ചിലും ഒക്കെ കൂടെയായപ്പോൾ അമ്മയ്ക്ക് ആകെ പരിഭ്രാന്തി കയറി. "എന്താ കാര്യം മീനാക്ഷി? എന്താണെങ്കിലും നീ കരയാതെ കാര്യം പറ. എന്താ?" അമ്മ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുഖം അമ്മയ്ക്ക് നേരെ പൊക്കിക്കൊണ്ട് ചോദിച്ചു. "എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ?" അമ്മ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അപ്പോൾ അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുകയായിരുന്നു. അമ്മ അമ്മയുടെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം അടർത്തി മാറ്റി. എന്നിട്ട് പറഞ്ഞു. "കരഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യം പറ. എന്നാലല്ലേ എനിക്ക് മനസ്സിലാകൂ. എന്താണെങ്കിലും നീ പറ." അമ്മ അവളെ ഉറ്റുനോക്കി. "അമ്മേ, അമ്മ എന്നെ വെറുക്കരുതമ്മേ. ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ഒരു ചതിയിൽ പെട്ടുപോയതാ. അമ്മയുടെ മോൾ ഒരിക്കലും തെറ്റായ വഴിക്ക് പോകുമെന്ന് അമ്മ വിചാരിക്കരുത്. മനസ്സുകൊണ്ട് പോലും അറിയാതെ ഒരു ചതിയൻ്റെ വലയിൽ പെട്ടുപോയി. എനിക്ക് എൻ്റെ അമ്മയോട് മാത്രമേ പറയാനുള്ളൂ, എന്നെ രക്ഷിക്കണം." "നീ എന്താ പറഞ്ഞു വരുന്നത്?" അമ്മ അവളെ തന്നെ നോക്കി. ഞാൻ പറയാം. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസം അമ്മ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നോ? തലവേദനയും കൊണ്ടായിരുന്നു ഞാൻ അന്ന് ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വന്നത്. ഹോസ്റ്റലിലെത്തിയപ്പോൾ..." മീനാക്ഷി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പതിയെ പതിയെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ അതൊക്കെ വല്ലാത്തൊരു പേടിയോടെ കേട്ടുനിന്നു. ഒടുക്കം എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തീർന്നതും അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നു. "ഡേറ്റ് തെറ്റിയത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നമ്മേ ഞാൻ. ഇപ്പോൾ പേടിച്ചിട്ടാ ഞാൻ ടെസ്റ്റ് ചെയ്തു നോക്കാൻ പോയത്. നോക്കിയപ്പോൾ..." മീനാക്ഷിയുടെ സ്വരത്തിൽ വല്ലാത്ത ഇടർച്ച വന്നു. "നോക്കിയപ്പോൾ എന്തുണ്ടായി?" അമ്മ അവളോട് തിരിച്ചു ചോദിച്ചു. "അവൻ്റെ കുഞ്ഞുണ്ടമ്മേ എൻ്റെ വയറ്റിൽ." മീനാക്ഷി അത് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അമ്മ ഒരു നിമിഷം വല്ലാതങ്ങ് ഷോക്കായിപ്പോയി. പിന്നെ മെല്ലെ അവളിൽ നിന്നും 2 അടി പുറകോട്ട് മാറി നിന്നു. പതിയെ അവർ പുറകിലെ ചുമരിലേക്ക് ചെന്നു വീണു. "അയ്യോ അമ്മേ, അമ്മ എണീക്ക്" എന്ന് പറഞ്ഞു മീനാക്ഷി അമ്മയെ താങ്ങിപ്പിടിക്കാൻ നോക്കുമ്പോഴേക്കും അവർ തല കറങ്ങി നിലത്തേക്ക് വീണു കഴിഞ്ഞിരുന്നു.
അയ്യോ അമ്മേ! മീനാക്ഷി വേഗം ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ മുഖത്ത് തളിച്ചു. അമ്മേ, അമ്മേ! അവൾ അമ്മയുടെ കവിളിൽ തട്ടി വിളിച്ചു. വെള്ളം വീണപ്പോൾ അമ്മ ചെറുതായി കണ്ണു തുറന്നെങ്കിലും അമ്മയുടെ മുഖത്തപ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു. എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു തരം ഭാവം. അമ്മേ! മീനാക്ഷി ദയനീയതയോടെ അമ്മയെ വിളിച്ചു. 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി നിന്നെ ഇതുവരെ എത്തിച്ചത് ഇതിനായിരുന്നോടി? ഒറ്റ മോളേ ഉള്ളൂ എന്നും പറഞ്ഞ് നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന, ചോര നീരാക്കി നിന്നെ പഠിപ്പിച്ച ആ പാവം മനുഷ്യനോട് ഞാൻ ഇതെങ്ങനെ പറയും? എല്ലാം പോയില്ലേ? കുടുംബത്തിന്റെ മാനം അഭിമാനം എല്ലാം കളഞ്ഞു കുടിച്ചില്ലേ? എന്താ ഇനി ഇതിനൊരു പരിഹാരം ദൈവമേ? കണ്ണു തുറന്ന അമ്മ കരഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അമ്മയുടെ മോള് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നുവരെ അച്ഛനെയും അമ്മയെയും മറന്ന് മറ്റൊരു വഴിക്കും ഞാൻ പോയിട്ടില്ല. ഇത് അറിയാതെ പെട്ടുപോയതാ. എൻ്റെ അമ്മ അല്ലാതെ എന്നെ രക്ഷിച്ചെടുക്കാൻ വേറെ ആരാ ഉള്ളത്? ഒരു അപേക്ഷയേ ഉള്ളൂ, അച്ഛൻ ഒരിക്കലും ഇതറിയരുത്. ഇതറിഞ്ഞു നീറിപ്പുകയുന്ന അച്ഛനെ കാണാൻ എനിക്ക് വയ്യമ്മേ. അച്ഛനെ ഒരിക്കലും ഇത് അറിയിക്കരുത്, മീനാക്ഷി പറഞ്ഞു. അറിയിക്കാതെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ തന്നെ എനിക്കും നിനക്കും ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ച് മുറിയിൽ നിന്ന് എണീറ്റു. അമ്മേ, അച്ഛനോട് പറയരുതമ്മേ, പ്ലീസ്. അച്ഛനെ അറിയിക്കരുത്. മീനാക്ഷി അമ്മയുടെ കാല് പിടിച്ചു കരഞ്ഞു. എന്നാൽ അമ്മ മീനാക്ഷിയെ തട്ടിമാറ്റി. ബാംഗ്ലൂരൊക്കെ പോയി ജോലി ചെയ്ത് നിനക്ക് വലിയ ധൈര്യമൊക്കെ വന്നു കാണും. പക്ഷേ ഈ നാട്ടിൻപുറത്തെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയ എന്നെ നീ നിന്റെ ധൈര്യത്തിനൊപ്പം അളക്കരുത്. അത് പറഞ്ഞ് മീനാക്ഷിയെ ആകെ തട്ടിമാറ്റിക്കൊണ്ട് അമ്മ നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ശേഷം ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. മീനാക്ഷി അപ്പോൾ മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഒരിക്കലും അവൾ പ്രതീക്ഷിച്ച പോലൊരു പെരുമാറ്റമായിരുന്നില്ല അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതറിഞ്ഞാൽ അമ്മ ഷോക്കാകുമെന്നും വിഷമിക്കുമെന്നും ഒക്കെ അറിയാമെങ്കിലും തന്നെ ആശ്വസിപ്പിക്കുമെന്നും തൻ്റെ ഒപ്പം നിൽക്കുമെന്നുമുള്ള ഉറച്ച പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പ്രതീക്ഷകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ പ്രതികരണം. വളരെ അത്യാവശ്യമുണ്ട്, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാണ് അമ്മ അച്ഛനെ ഫോൺ വിളിച്ചത്. കുറച്ചു സമയം കൊണ്ട് തന്നെ അച്ഛൻ പണിസ്ഥലത്തു നിന്ന് ഓടിയെത്തി. വന്നപാടെ അമ്മ അച്ഛനോട് കാര്യം പറഞ്ഞു. അത് കേട്ട ആദ്യത്തെ ഒരു നിമിഷം അച്ഛൻ്റെ ശബ്ദമൊന്നും പുറത്തേക്ക് കേട്ടില്ല. പക്ഷേ പിന്നീട് വാതിൽ തുറന്നു മീനാക്ഷിയുടെ മുറിയിലേക്ക് ചെന്ന അച്ഛൻ്റെ ഭാവം മറ്റൊന്നായിരുന്നു. കുടുംബത്തിൻ്റെ മാനവും അന്തസ്സും ഒക്കെ കളഞ്ഞു കുടിച്ചല്ലോടി. നിനക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളെയും നീ നാണം കെടുത്തിയില്ലേ? ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? നീ തന്നെ പറ. എല്ലാവർക്കും കൂടി അങ്ങ് കെട്ടിത്തൂങ്ങി ചാവാം. പക്ഷേ അപ്പോഴും മരണശേഷം ആളുകൾ അറിയും നിനക്ക് വയറ്റിലുണ്ടായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി ചത്തതെന്ന്. ചത്താലും നാണക്കേട് മാറുമോ? ഇത്ര കാലം ഒരാളെക്കൊണ്ട് മോശം പറയിപ്പിക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനവും ഒക്കെ അവിടെ തീരും. അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് ശക്തിയായി അടിച്ചു കരഞ്ഞു. അതുകൂടെ കണ്ടു നിൽക്കാനുള്ള ശക്തി മീനാക്ഷിക്ക് ഉണ്ടായിരുന്നില്ല. എന്താ അച്ഛാ ഇത്? നിങ്ങളാരും എന്താ എൻ്റെ ഭാഗം മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ചതിയിൽ പെട്ടുപോയതാ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാൻ അറിയാതെ ചതിക്കപ്പെട്ടു പോയതാ. അച്ഛാ, അമ്മേ, എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? മീനാക്ഷി വീണ്ടും പൊട്ടിക്കരഞ്ഞു. എന്താടി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്തവർ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകരുത്. നിനക്കായിരുന്നല്ലോ തിരക്ക്. കുടുംബം നോക്കണം, അവിടെ തന്നെ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയതല്ലേ നീ? നിനക്ക് നിന്നെ സംരക്ഷിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നീ അതിന് തുനിയരുതായിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്നിട്ടിപ്പോ ഒക്കെ ഒപ്പിച്ചു വന്നിട്ട് ഞങ്ങളുടെ നേരെ കൈമലർത്തിയാൽ ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ ഈ നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? ബന്ധുക്കാരോട് എന്ത് സമാധാനം പറയും? ഇനി വല്ല ഹോസ്പിറ്റലിലും പോയി അങ്ങ് ഒഴിവാക്കാമെന്ന് വെച്ചാലും എങ്ങനെയായാലും ആളുകൾ മണത്തറിയും. പിന്നെ കൊച്ചിൻ്റെ തന്തയെ കണ്ടുപിടിച്ച് വിവരം അറിയിച്ചാലും അവൻ നിന്നെ കെട്ടുമോടി? തുലഞ്ഞില്ലേ നിന്റെ ജീവിതം? നീയായിട്ട് തന്നെ നശിപ്പിച്ചില്ലേ? അച്ഛൻ അവളുടെ നേരെ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് സമാധാനപ്പെട്, തൊട്ടടുത്തുള്ളവർ കേൾക്കും. എനിക്കിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ശരീരം തളരുന്നു. നിങ്ങളൊന്ന് വന്നേ. അമ്മ അച്ഛനെ മീനാക്ഷിയുടെ മുറിയിൽ നിന്ന് പിടിച്ചു വലിച്ചു. കൈവിടടി, നീയും ഇതിന് കാരണക്കാരിയാ. ഒറ്റ മോളെ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്നേഹിച്ച് അവളെ ഇങ്ങനെയാക്കി. എന്നിട്ടിപ്പോ മോൾ ഏതോ ഒരുത്തൻ്റെ കൊച്ചിനെയും വയറ്റിലിട്ട് വന്നപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ? അച്ഛൻ അമ്മയുടെ നേർക്ക് ചൂടായി. ഞാനെന്ത് ചെയ്യാനാ? ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇത് ഇപ്പോൾ അറിഞ്ഞല്ലേ ഉള്ളൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത പോലെയല്ലേ അവൾ ഇങ്ങോട്ട് കയറി വന്നത്? എന്നിട്ട് ഇത്ര ദിവസമായിട്ടും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം?
അച്ഛനും അമ്മയും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മ എങ്ങനെയൊക്കെയോ അച്ഛനെ മീനാക്ഷിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചുള്ള അച്ഛൻ്റെയും അമ്മയുടെയും സംസാരങ്ങളും ദേഷ്യപ്പെടലുമെല്ലാം മീനാക്ഷി മുറിയിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയുമാണ്. തൻ്റെ പ്രാണനായി താനും അവരെ സ്നേഹിച്ചിട്ടേയുള്ളൂ. എന്നിട്ട് ഒരു അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ തനിക്ക് താങ്ങായി നിൽക്കാൻ ആരുമില്ല. തനിക്ക് ആശ്വാസം പകരേണ്ടവരാണ്, കൂടെ നിൽക്കേണ്ടവരാണ്, മുന്നോട്ടുള്ള വഴി പറഞ്ഞു തരേണ്ടവരാണ്. എന്നിട്ട് ആ അവരിപ്പോൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? മീനാക്ഷി കട്ടിലിൽ കിടന്നു പൊട്ടിക്കരഞ്ഞു. അന്ന് വൈകിട്ടാകുവോളം അച്ഛൻ്റെയും അമ്മയുടെയും ദേഷ്യത്തോടെയുള്ള സംസാരം മീനാക്ഷി മുറിയിലിരുന്ന് കേട്ടുകൊണ്ടിരുന്നു. മരിച്ചു കളയാനായി അവൾ ഫാനിലേക്ക് നോക്കിയെങ്കിലും പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. മരിച്ചു കഴിഞ്ഞാലും എന്തിനാണ് മരിച്ചത് എന്നുള്ള അന്വേഷണം വരും. പരിശോധനയിൽ താൻ ഗർഭിണിയാണെന്നറിയും. അപ്പോഴും അവരുടെ അഭിമാനം തകരും. വേണ്ട, വീട് വിട്ടു പോയേക്കാം, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേക്കാം. പക്ഷേ എങ്ങോട്ട്? മീനാക്ഷി ഒരു ചോദ്യചിഹ്നം പോലെ മനസ്സിലോർത്തു. അന്ന് രാത്രിയോടെ അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. എങ്ങോട്ട് പോകണമെന്ന ചോദ്യം അവളെ കൊണ്ടെത്തിച്ചത് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് തന്നെയാണ്. രഞ്ജനെ തേടി, രഞ്ജൻ്റെ അരികിലേക്ക്.